ഹായ് ഹലോ മദർ യൂണിവേഴ്സിലേക്ക് സ്വാഗതം. എന്നെ കാണുന്നതും കേൾക്കുന്നതുമായ എല്ലാ വ്യക്തികളുടെ ഉള്ളിലും സമാധാനം നിറയട്ടെ. ഭക്തിസാന്ദ്രമായ ഈ മാസത്തിൽ എല്ലാവർക്കും അനുഗ്രഹങ്ങൾ കൊണ്ട് നിറയട്ടെ. ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്നതായ ഓരോ കല്ലും മുള്ളും നാളെ നിങ്ങളുടെ കാലിന് അത് മെത്തയായി തീരും. നിങ്ങൾക്ക് ആ ഒരു പ്രതീക്ഷയോടെ സമാധാനത്തോടെ മുന്നോട്ട് പോകാം. തളർന്നു പോകരുത്. ഈ വരികൾ പ്രാർത്ഥനയായി മോട്ടിവേഷനായി മാത്രം എടുക്കുക. പള്ളിക്കെട്ട് ശബരിമലയ്ക്ക് കല്ലും മുള്ളും കാലുക്കുമെത്തി സ്വാമിയേ അയ്യപ്പോ അയ്യപ്പോ സ്വാമിയേ. പള്ളിക്കെട്ട് ശബരിമലയ്ക്ക് കല്ലും മുള്ളും കാലുക്കുമെത്തി സ്വാമിയേ അയ്യപ്പോ അയ്യപ്പോ സ്വാമിയേ. ഭഗവാൻ ശരണം ഭഗവതി ശരണം ദേവൻ പാദം ദേവി പാദം സ്വാമിയേ അയ്യപ്പോ സ്വാമി ശരണം അയ്യപ്പ ശരണം. ഘോരവനങ്ങളും കാട്ടുമൃഗങ്ങളെയും തരണം ചെയ്ത് നിങ്ങളുടെ ജീവിത സാഹചര്യത്തോട് പോരാടി നിങ്ങൾ എത്തുമ്പോഴാണ് നിങ്ങൾ കാണുന്നത്, നിങ്ങൾ വിജയിച്ച് എത്തുമ്പോഴാണ് നിങ്ങൾ കാണുന്നത് തത്വമസി. നീയായി കഴിഞ്ഞിരിക്കുന്നു. നിന്റെ ശക്തിയാണ്. നീ ഇത്രയും തരണം ചെയ്ത് നീ ഇവിടം വരെ എത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ നീയാണ്. ഹായ് ഹലോ മദർ യൂണിവേഴ്സിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിരിക്കുന്നു, ഹെൽത്തി ആയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എന്താഗ്രഹത്തോടു കൂടിയാണോ നിങ്ങൾ എൻ്റെ വീഡിയോ ഓപ്പൺ ചെയ്തിരിക്കുന്നത്? സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ ദൈവം നിങ്ങളുടെ ആഗ്രഹമെല്ലാം സാധിച്ചു തന്നു നിങ്ങളുടെ മനസ്സിൽ സമാധാനവും സന്തോഷവും നിറച്ചതിനായി ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു താങ്ക് യു താങ്ക് യു. ഓക്കെ, നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോടുള്ള കറണ്ട് ഫീലിങ്സ് എന്താണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂസിൻ്റെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ്. ഓക്കെ, ഇവിടെ വന്നിരിക്കുന്നത് 7 6 12 3 2 22. ഓക്കെ, ഇവിടെ ചാരിയറ്റ് ലവേഴ്സ് കാർഡാണ് വന്നിരിക്കുന്നത്. ഫസ്റ്റ് ചാരിയറ്റ് ലവേഴ്സ് കാർഡും പറയുന്നത് നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് ഇഷ്ടമാണ്, നിങ്ങളിലേക്ക് വരണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, ഒരു ബ്ലെസ്സിങ് ആണ് നിങ്ങളുടെ ഇഷ്ടത്തിനിടയിൽ ഒരു ബ്ലെസ്സിങ് ആണുള്ളത്. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ ചാരിയറ്റ് വന്നിരിക്കുന്നത്? 8 ഓഫ് പെൻറ്റിക്കിൾ. നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവരുടെ ജീവിതത്തിൽ ഒരുപാട് ഓപ്ഷനുകൾ ഉണ്ടായിരുന്നു. 7 ഓഫ് കപ്പിൻ്റെ എനർജി. നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ ഒരുപാട് ഓപ്ഷനുകൾ, നിങ്ങളെക്കാളും ബെറ്റർ ആയിട്ടുള്ളതിനെ ചൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ പേഴ്സൺ പോയിട്ടുണ്ടായിരിക്കാം. പക്ഷേ എവിടെയൊക്കെ ചെന്നിട്ടും നിങ്ങളെപ്പോലെ ഒരു വ്യക്തിയെ അവർക്ക് ലഭിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് തിരിച്ചു വരണമെന്നും നിങ്ങളുടെ റിലേഷന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യണമെന്നും നിങ്ങളുടെ പേഴ്സൺ തീരുമാനിക്കുന്നുണ്ട്. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. ലവേഴ്സ് കാർഡാണ് വന്നിരിക്കുന്നത്. നിങ്ങളോട് ഒരുപാട് പ്രണയമാണ്, അല്ലെങ്കിൽ ഉള്ളിൻ്റെ ഉള്ളിലൊരു സ്നേഹം അവർക്ക് ഫീൽ ചെയ്യുന്നു. താങ്ക് യു യൂണിവേഴ്സ്. പ്ലാൻ ചെയ്യുകയാണ്, എങ്ങനെയാണ് നിങ്ങളിലേക്ക് എത്തിച്ചേരേണ്ടതെന്നുള്ള കാര്യം പ്ലാൻ ചെയ്യുന്നു. ഓക്കെ, ചിലപ്പോൾ അവർക്ക് നിങ്ങളിൽ നിന്ന് കടന്നു പോയ സമയത്ത് ഒരുപാട് വേദനകൾ നിങ്ങൾക്ക് തന്ന് നിങ്ങളെ പറഞ്ഞു വിട്ടിട്ടുള്ളതായിരിക്കാം. നിങ്ങൾക്ക് ഇനി ഒരിക്കലും തിരിച്ചു വരരുത് എന്നൊക്കെ പറഞ്ഞ് ഇത് അവസാനിപ്പിച്ചെന്നൊക്കെ പറഞ്ഞ് നിങ്ങളിൽ നിന്നും കടന്നുപോയ ഒരു വ്യക്തിയായിരിക്കാം. പക്ഷേ ഇപ്പോൾ നിങ്ങളിലേക്ക് വരണം എന്ന് വിചാരിക്കുമ്പോൾ അവർക്ക് വരാൻ കഴിയാത്തവണ്ണം കുറ്റബോധം അവരെ പിടിച്ചു കെട്ടിയിരിക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പോഴുള്ളത്. ഓക്കെ, നിങ്ങളെന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിലെ ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണെന്ന് നിങ്ങളെ വിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് പോയപ്പോൾ അവിടെ നിന്ന് കർമ്മ ലഭിച്ചപ്പോഴാണ് അവർക്ക് മനസ്സിലായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവർ നിങ്ങളിലേക്ക് മടങ്ങി വരണമെന്ന് അവരാഗ്രഹിക്കുന്നു. ഓക്കെ, നമുക്ക് നോക്കാം എന്തുകൊണ്ടാണ് ഇവിടെ ഹാങ്ഡ് മാൻ വന്നിരിക്കുന്നത്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ ഹാങ്ഡ് മാൻ വന്നിരിക്കുന്നത്? നിങ്ങൾക്ക് ജസ്റ്റിസ് തരണമെന്ന് അവർ വിചാരിക്കുന്നു. ഇത്രയും നാളും നിങ്ങളുടെ മുന്നിൽ അവർ മറ്റൊരു ഫേസാണ് കാണിച്ചിരുന്നത്. നിങ്ങൾക്ക് അവരുടെ ശരിയായ ഫേസ് ആ ഒരു പിണക്കം വന്നതിന് ശേഷമാണ് നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത്. നിങ്ങൾ വിചാരിച്ച് ഇത്രത്തോളം ലോയലായിരുന്നു. അത് കാരണം ചിലപ്പോൾ നിങ്ങൾ അവരെ ഒരുപാട് സഹായിച്ചിട്ടുണ്ടായിരിക്കും. സാമ്പത്തികമായിട്ടും മാനസികപരമായിട്ടും നിങ്ങൾ അവരെ ഒരുപാട് സഹായിച്ച സമയങ്ങളുണ്ടായിരിക്കാം. പക്ഷേ ഇപ്പോൾ
നിങ്ങൾ അവരുടെ ശരിയായ ഫേസ് കണ്ടത് കാരണം നിങ്ങൾക്ക് അവരിലേക്ക് തിരിച്ചു പോകാനും പറ്റുന്നില്ല. എന്നാൽ അവർ തന്ന സ്നേഹവും കരുണയും കെയറിങ്ങും ഒക്കെ കാരണം നിങ്ങൾക്ക് അവരിൽ നിന്നും വിട്ടുപോകാൻ, അവരുടെ ഓർമ്മയിൽ നിന്നും വിട്ടുപോകാൻ കഴിയാത്ത വണ്ണം നിങ്ങൾ സ്ട്രഗിൾ അനുഭവിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ ഹാങ്ഡ് സിറ്റുവേഷനിൽ നിൽക്കുന്നു എന്നുള്ള എനർജിയും കൂടി ഇവിടെ വന്നിട്ടുണ്ട്. പേജ് ഓഫ് വാൻസ്, എത്രയും പെട്ടെന്ന് തന്നെ ഈ ഒരു പ്രശ്നങ്ങളിൽ നിന്നും കടന്ന് പോകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്കൊരു ഗ്രോത്താണ് കാണുന്നത്. നിങ്ങളിലേക്ക് തിരിച്ചു വരണമെന്ന് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് ജസ്റ്റിസ് തരണമെന്ന് ആഗ്രഹിക്കുന്നു. നിങ്ങളെ വിട്ട് അവർക്ക് മറ്റെങ്ങോട്ടും കടന്നു പോകാൻ പറ്റുന്നില്ല. നിങ്ങളെക്കാളും വലുതായി അവർക്ക് മറ്റാരുമില്ല എന്ന് അവരുടെ മനസ്സ് തന്നെ അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നു. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ 2 ഓഫ് പെൻറ്റിക്കിൾ വന്നിരിക്കുന്നത്? അവർ 2 വിഷയത്തിൽ അവർ ജഗിൾ ചെയ്യുന്നതായി കാണുന്നു. ഓക്കെ, അവരുടെ ഹൃദയം മുഴുവനും നിങ്ങളോടുള്ള ഒരു സ്നേഹമാണ്. ഓക്കെ, എന്നാൽ നിങ്ങളോടുള്ള സ്നേഹമാണ്. എന്നാൽ അവർ ഇപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണെങ്കിൽ ആ വ്യക്തിയെ വിട്ടു വരുന്നതിലും അല്ലെങ്കിൽ നിങ്ങളോടുള്ള സ്നേഹവും എല്ലാം കൊണ്ടും അവർക്ക് 2 സിറ്റുവേഷൻ എന്താണോ ആ ഒരു സിറ്റുവേഷനിൽ അവർ ജഗിൾ ചെയ്യുന്നതായിട്ടുള്ള ഒരു ഫീലിങ്സ് ആണ് കാണുന്നത്. ഓക്കെ, ഒരു പക്ഷേ ഇത് നിങ്ങളുടെ പേഴ്സൺ ഇത് എക്സ്ട്രാ മാരിറ്റൽ അഫയർ ആയിരിക്കാം. നിങ്ങളുടെ പേഴ്സൻ്റെ ഫാമിലിയെ വിട്ട് വരുന്നതിന് നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നതായിരിക്കാം നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ജഗിൾ ചെയ്യുന്നതായിട്ടുള്ള ഒരു സിറ്റുവേഷൻ കാണുന്നത്. ഓക്കെ, എല്ലാവർക്കും റെസനേറ്റ് ആകത്തില്ല. റെസനേറ്റ് ആകുന്നവർ മാത്രം എടുക്കുക. ദ വേൾഡിൻ്റെ കാർഡ് പറയുന്നത് ഒരു റീയൂണിയൻ എന്തായാലും നിങ്ങളിൽ ഉണ്ടാകുമെന്ന് അവർ ഉറപ്പിക്കുന്നു. ഓക്കെ, നിങ്ങളെ തിരിച്ചു വേണമെന്ന് അവർ ഒരുപാട് ആഗ്രഹിക്കുന്നു. കാരണം നിങ്ങളിൽ അൺകണ്ടീഷണൽ ആയിട്ടുള്ള സ്നേഹമുണ്ട് എന്ന് അവർ മനസ്സിലാക്കിയിരിക്കുന്നു. ഇതൊരു പാസ്റ്റ് ലൈഫ് കണക്ഷനാണ്. കാരണം ഇവിടെ ജഡ്ജിമെൻറ്റ് വന്നിരിക്കുന്നു. നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാകും. കാഹളം ഊതുമ്പോൾ മരിച്ചവരെല്ലാം ഉയർത്തെഴുന്നേറ്റ് നിൽക്കുന്നത് പോലെ നിങ്ങളുടെ ജീവിതത്തിൽ ഉയർത്തെഴുന്നേറ്റ് വന്ന വ്യക്തിയാണ് നിങ്ങളുടെ പേഴ്സൺ. ഓക്കെ, എല്ലാവർക്കും റെസനേറ്റ് ആകത്തില്ല. റെസനേറ്റ് ആകുന്നവർ മാത്രം എടുക്കുക. നമ്മുടെ പാസ്റ്റ് ലൈഫിൽ ഉണ്ടായിരുന്ന ചില വ്യക്തികൾ നമ്മളോട് ജന്മത്തിൽ സ്നേഹിച്ച് തീരാതെ വന്ന വ്യക്തികളുണ്ടാകും. കഴിഞ്ഞ ജന്മത്തിൽ പക പോക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് വന്ന ആൾക്കാരും ഉണ്ടാകും. അപ്പം നിങ്ങളുടെ റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട് നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന സിറ്റുവേഷനുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും ാണോ വന്നത് അതോ നിങ്ങളോട് കർമ്മ തീർക്കുവാൻ വേണ്ടി വന്നതാണോ എന്ന്. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന കാര്യങ്ങൾ. ഓക്കെ, നിങ്ങൾ അക്കാഡമി മദർ യൂണിവേഴ്സ് എൻ്റെ വ്യൂവേഴ്സിൻ്റെ കറണ്ട് എനർജി ആൻഡ് കറണ്ട് സിറ്റുവേഷൻ. താങ്ക് യു യൂണിവേഴ്സ്. നിങ്ങളെ തേടി ഒരു വിജയം എത്താൻ പോകുന്നു. ഇതുവരെയും സ്റ്റക്കായി കിടന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് മൂവ് ആവാൻ പോകുന്നു. ഓക്കെ, ഇവിടെ ഫസ്റ്റ് വന്നിരിക്കുന്നത് 3 ഓഫ് സോഡാണ്. വളരെ ഹൃദയം തകർക്കുന്ന വേദനയോടുകൂടി ഇരിക്കുന്ന ചില വ്യക്തികളെ കാണുന്നു. എല്ലാവർക്കും റെസനേറ്റ് ആകത്തില്ല. റെസനേറ്റ് ആകുന്നവർ മാത്രം എടുക്കുക. 9 ഓഫ് കപ്പിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ സ്നേഹമോ സമ്പാദ്യമോ ഇത് മറ്റു ചില വ്യക്തികൾ നിങ്ങളിൽ നിന്നും എടുത്തതായി കാണുന്നു. ഓക്കെ, കാണാം കുറച്ച് മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ, സാമ്പത്തികമോ സ്വർണമോ ഏതെങ്കിലും രീതിയിൽ അല്ലെങ്കിൽ ഇമോഷണൽ പരമായിട്ടെങ്കിലും നിങ്ങൾ ഒരുപാട് ഹൃദയം തകർന്നിരിക്കുന്ന ഒരു എനർജിയിൽ കൂടി കടന്നു പോകുന്നു. ഓക്കെ, പ്ലീസ് കേഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ 3 ഓഫ് പെൻറ്റിക്കിൾ വന്നിരിക്കുന്നത്? ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ നല്ല രീതിയിൽ കാണുന്നു. നിങ്ങൾ തേർഡ് പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ഏതെങ്കിലും രീതിയിൽ വേദനിക്കുന്ന ഒരവസ്ഥ, എവിടെയെങ്കിലും നിങ്ങൾ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചെല്ലുന്നതായിട്ട് കാണുന്നു. ഓക്കെ, ചില ബാങ്കുകളിലായിരിക്കാം, അല്ലെങ്കിൽ ചില വ്യക്തികളെ സമീപിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ ജോലി സംബന്ധമായിട്ടായിരിക്കാം. നിങ്ങൾക്ക് ചെല്ലുന്ന സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് ഒരുപാട് വിഷമങ്ങൾ നേരിട്ടിട്ടുണ്ടെങ്കിലും ഇതുവരെയും നിങ്ങൾക്ക് നേരിട്ടിട്ടുണ്ടെങ്കിലും ഇവിടെ 10 ഓഫ് കപ്പിൻ്റെ എനർജി വന്നിട്ടുണ്ട്. നിങ്ങൾ ചോദിച്ച വ്യക്തികളിൽ നിന്നും നിങ്ങൾക്ക് സ്നേഹമായാലും അല്ലെങ്കിൽ ഇമോഷണൽ പരമായിട്ടുള്ള കാര്യമാണെങ്കിലും അല്ലെങ്കിൽ സാമ്പത്തികമാണെങ്കിലും ജോലി സംബന്ധമാണെങ്കിലും നിങ്ങൾക്ക് വന്നു ചേരാൻ പോകുന്നു. കാരണം ഇവിടെ 10 ഓഫ് കപ്പാണ് വന്നിരിക്കുന്നത്. അപ്പം നിങ്ങൾ ഇത്രയും നാൾ നടന്ന ചില കാര്യങ്ങൾ നിങ്ങൾ അന്ധകാരത്തിലായി പോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്കൊരു
പ്രഭയാണ് വരുന്നത്. കാരണം ഇവിടെ നോക്കിയാൽ മനസ്സിലാകും ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്ക് എനർജിയിലേക്ക്, അല്ലെങ്കിൽ ബ്ലാക്ക് നിങ്ങളുടെ ഹൃദയവും മനസ്സും എല്ലാം ഒരു മൂടപ്പെട്ടിരിക്കുന്ന അവസ്ഥയിലായിരുന്നു. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നോക്കിയാൽ മനസ്സിലാകും. ഇവിടെ സണ്ണ് വന്നിരിക്കുന്നു, നമ്പർ 10 ആണ് വന്നിരിക്കുന്നത്. 10 ഓഫ് കപ്പ് എന്ന് പറയുമ്പോൾ സണ്ണിൻ്റെ കാർഡാണ്. ഓക്കെ, അപ്പം ഇവിടെ ഒരു പ്രഭാവം നിങ്ങളെ തേടി എത്തിയിരിക്കുന്നു. ഇതുവരെയും അന്ധകാരത്തിലായിരുന്നു എങ്കിൽ, ആരുടെത്തെങ്കിലും ജോലിയോ സാമ്പത്തികമോ തിരക്കി നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ അത് ഇപ്പോൾ മാറി നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു സണ്ണ് വരാൻ പോകുന്നു. താങ്ക് യൂണിവേഴ്സ്. നിങ്ങൾക്ക് അഫർമേഷൻ ചെയ്തെടുക്കാവുന്നതാണ്. ദ ഫൂളിൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ ചില കാര്യങ്ങൾ, നിങ്ങൾ വിഡ്ഢിത്തമായിട്ടുള്ള തീരുമാനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എടുത്തിരുന്നു. ഒരു പക്ഷേ ആ ഒരു സമയത്ത് നിങ്ങൾ എടുത്തിരുന്ന സമയത്ത് അതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ചില ആത്മാക്കളെ, ദൈവികമായിട്ടുള്ള ആത്മാക്കളെ നിങ്ങളുടെ മുന്നിൽ ദൈവം അയച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും ശ്രദ്ധിക്കാതെ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ഒരു ലോകത്തേക്ക് കടന്നുപോയി. നിങ്ങൾക്ക് എന്തെങ്കിലും ഫൂൾനെസ് ഉണ്ടായിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ വിഡ്ഢിത്തമായിട്ടുള്ള തീരുമാനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ എടുത്ത് നിങ്ങൾ ഒരുപാട് വേദനിക്കുന്നതായിട്ടുള്ള സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെല്ലാം മാറിയിട്ട് വീണ്ടും സണ്ണിൻ്റെ കാർഡാണ് ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ എന്തായാലും ഇപ്പോൾ ഒരു ബ്ലാക്ക് എനർജിയിൽ നിന്നെല്ലാം മാറുന്ന ഒരു എനർജിയാണ് വന്നിരിക്കുന്നത്. വീണ്ടും സണ്ണിൻ്റെ കാർഡാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഓക്കെ, ഇവിടെ 9, 10, 10 ഒരുപാട് ശക്തി പ്രാപിച്ചിരിക്കുന്നതായി കാണുന്നു. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായിട്ടും ഒരു വിജയം തന്നെ വിജയമാണ് കാണിക്കുന്നത്. അപ്പം നിങ്ങൾ ഇത്രയും നാൾ അന്ധകാരത്തിലായിരുന്നു. ഈ ഒരു കാർഡ്സുകളെല്ലാം നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകാം, എല്ലാം ഒരു ഡാർക്ക് എനർജിയിൽ അല്ലെങ്കിൽ ആ ഒരു പെയിൻഫുൾ സിറ്റുവേഷനിൽ കൂടി കടന്നു പോകുന്ന വ്യക്തികളായിരുന്നു നിങ്ങൾ. എന്നാൽ ഇപ്പോൾ ഈ ഒരു സമയം ഓവറോൾ എനർജി വന്നിരിക്കുന്നത് വിജയത്തിൻ്റെയാണ്. ആ വിജയത്തിൻ്റെ കാർഡ്സ് വന്നതോടുകൂടി തന്നെ നിങ്ങൾക്കിവിടെ എല്ലാ കാർഡ്സും 9 ഓഫ് കപ്പ്, 10 ഓഫ് കപ്പ്, ദ സണ്ണ്, എല്ലാ കാർഡും നല്ല രീതിയിൽ ഹൈ എനർജിയോടുകൂടി സന്തോഷത്തോടു കൂടിയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇവിടെ കടന്നു വരുന്നത്. താങ്ക് യു യൂണിവേഴ്സ്. താങ്ക് യു. അപ്പോൾ നിങ്ങളെടുത്ത ചില തെറ്റായ തീരുമാനങ്ങൾക്ക് നിങ്ങൾ ഇത്രയും നാൾ നിങ്ങൾ അനുഭവിച്ചു വേദനിച്ചു കുഴിയിൽ വീണു പോയിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾ അതിൽ നിന്നും കരകയറാൻ പോകുന്നു. ദ വേൾഡിൻ്റെ കാർഡ് വന്നിട്ടുണ്ട്. നിങ്ങൾ ചില ബിസിനസ് നടത്തി നിങ്ങൾ കുഴിയിൽ വീണു പോയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നും നിങ്ങൾ തിരിച്ച് കരകയറുകയാണ്. ദ വേൾഡിൻ്റെ കാർഡ് വന്ന് ഒന്ന് അവസാനിപ്പിച്ച് മറ്റൊന്ന് വീണ്ടും നിങ്ങളുടെ ലൈഫിൽ തുടങ്ങുകയാണ്. ഓക്കെ, താങ്ക് യു. ദൈവത്തിന് നന്ദി പറയുക. ഓക്കെ, എന്തുകൊണ്ടാണ് ഇവിടെ 5 ഓഫ് പെൻറ്റിക്കിൾ വന്നിരിക്കുന്നത്? ചില നെഗറ്റീവ് തോട്ടുകൾ, ചില വ്യക്തികളുടെ നെഗറ്റീവ് എനർജികൾ നിങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തികപരമായിട്ടും റിലേഷൻഷിപ്പ് പരമായിട്ടും നിങ്ങൾ ഒരുപാട് തകർത്തതായി കാണുന്നു. മുന്നോട്ട് പോകാൻ പോലും കഴിയാത്ത അവശ നിലയിൽ കൂടിയാണ് നിങ്ങൾ പോയിരുന്നത്. ജോലി സംബന്ധമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തെ തകർക്കുന്ന രീതിയിലുള്ള ചില ഇടപെടലുകളായിരിക്കാം. ചില വ്യക്തികൾ നിങ്ങളുടെ ജീവിതത്തിൽ ബ്ലാക്ക് എനർജി അയച്ചിട്ടുണ്ട്. ബ്ലാക്ക് എനർജി എന്ന് പറയുമ്പോഴത്തേക്ക് ചില സമയത്ത് നിങ്ങൾക്ക് ബ്ലാക്ക് മാജിക് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് നിരന്തരമായി നെഗറ്റീവ് നിങ്ങളെക്കുറിച്ച് പറഞ്ഞ് നിങ്ങളുടെ ജീവിതത്തെ നശിപ്പിക്കുന്നതായിട്ടുള്ള ചില എനർജികൾ, ചില വ്യക്തികൾ നിങ്ങളുടെ ലൈഫിലുണ്ടായിരുന്നു. അതെല്ലാം മാറിയിട്ട് നിങ്ങൾക്കിപ്പോൾ സ്ട്രെങ്ത് വന്നിരിക്കുന്നു. കിങ് ഓഫ് വാണ്ടിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. നിങ്ങളിലേക്ക് ഒരു ഗ്രോത്ത് വരുന്നു, നിങ്ങൾ സ്ട്രെങ്ത് കൊണ്ടുവന്നിരിക്കുന്നു. നിങ്ങളുടെ പാഷനിലേക്ക് നിങ്ങൾ കടന്നു പോകാൻ നിങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു. ഉടൻ തന്നെ നിങ്ങൾക്കൊരു വിജയം, ജോലി സംബന്ധമായിട്ടുള്ളൊരു വിജയം നിങ്ങളിലേക്ക് വന്നു ചേരുന്നതാണ്. ഗ്രോത്ത് വരുന്നു നിങ്ങളിലേക്ക്. നിങ്ങൾ പ്രണയിക്കുന്ന വ്യക്തികൾ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു. ഓക്കെ, അൺകണ്ടീഷണൽ ആയിട്ടുള്ള സ്നേഹം നിങ്ങളിലേക്ക് വരുന്നു. എന്ത് വിഷയത്തിലാണോ നിങ്ങൾ ജഗിൾ ചെയ്തിരുന്നത്, ജീവിക്കണോ എന്ന് പോലും അറിയാതെ നിങ്ങൾ ജഗിൾ ചെയ്തിരുന്ന ചില സാഹചര്യം ഉണ്ടെങ്കിൽ നിങ്ങളിലേക്ക് ഒരുപാട് അട്രാക്ഷനോട് കൂടി നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങളിലേക്ക് വന്നു ചേരുന്നു. ഫിസിക്കൽ അട്രാക്ഷൻ നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് ഈ ഒരു സമയത്ത് ഉണ്ടാകുന്നു. ഇതുവരെയും നിങ്ങളെ ഇഗ്നോർ ചെയ്തിരുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു എങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ പേഴ്സണ് ഒരു ഫിസിക്കൽ അട്രാക്ഷൻ നേരിടുന്നുണ്ട്. നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ പേഴ്സൺ ഓർക്കുന്നുണ്ട്, അഫർമേഷൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം റിലേഷൻ സംബന്ധമായിട്ട് ഏറ്റവും നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു ടൈമാണ് നിങ്ങൾക്ക് ഇപ്പോൾ വന്നിരിക്കുന്നത്. താങ്ക് യു യൂണിവേഴ്സ്. വന്നിരിക്കുന്നു. നിങ്ങൾക്ക് ന്യായം ലഭിക്കാൻ പോകുന്നു. ഏതെങ്കിലും രീതിയിൽ നിയമപരമായിട്ട് മുന്നോട്ട് പോകുന്ന വ്യക്തികൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കൊരു വിജയം വന്നു ചേരാൻ പോകുന്നു. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്.
ദ വേൾഡിൻ്റെ കാർഡാണ്. അവസാനിച്ചു എന്ന് വിചാരിച്ചിരുന്ന ചില കാര്യങ്ങൾ നിങ്ങൾക്ക് വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നു. ഇവിടെ ഡെത്ത് ആൻഡ് റീബർത്ത് വന്നിരിക്കുന്നു, ഇവിടെ ദ വേൾഡിൻ്റെ കാർഡ് വന്നിരിക്കുന്നു. രണ്ടും പറയുന്നത് നിങ്ങൾ വിചാരിക്കുന്നു നിങ്ങളുടെ അവസാനിച്ചു എന്ന്. ആ അവസാനിച്ചത് വീണ്ടും നിങ്ങളിൽ വളരെ ഭംഗിയായും വളരെ സന്തോഷത്തോടു കൂടിയും റീസ്റ്റാർട്ട് ചെയ്യുവാൻ പോകുന്നു. ഒരു പക്ഷേ നിങ്ങളുടെ ഡിവോഴ്സായി പിരിഞ്ഞു പോയ വ്യക്തികളായിരിക്കും, പക്ഷേ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വീണ്ടും വരുന്നു എന്നുള്ളതാണ് കാണുന്നത്. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു. ഓക്കെ, നിങ്ങൾക്ക് ചില വ്യക്തികൾക്ക് ജസ്റ്റിസ് ലഭിക്കുന്നില്ല. നിങ്ങൾ ചെയ്യാത്ത തെറ്റുകൾക്കെല്ലാം നിങ്ങളെ കുറ്റം ആരോപിച്ച് നിങ്ങളിൽ നിന്നും കടന്നുപോയി, നിങ്ങളെ ആരും മനസ്സിലാക്കാൻ ഒരു വ്യക്തികളും ഇല്ലാണ്ട് നിങ്ങളിൽ നിന്നും കടന്നുപോയ ചില വ്യക്തികൾ ഇത് കേൾക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റമാണ് സംഭവിക്കുന്നത്. ഓവറോൾ എനർജി വന്നിരിക്കുന്നത് ഇവിടെ വിജയമാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ക്ലാരിഫൈ ചെയ്ത് വന്നിരിക്കുന്ന കാർഡ്സുകൾ മുഴുവനും വിജയത്തിൻ്റെ കാർഡാണ്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും വിജയം ലഭിക്കും എന്ന് അഫർമേഷൻ ചെയ്യുക. ഇവിടെ വന്നിരിക്കുന്ന നമ്പേഴ്സ് 3 ആവർത്തിച്ച് വന്നിട്ടുണ്ട്, 5, 11, 2, 6 വന്നിട്ടുണ്ട്. ഓക്കെ, നോക്കാം നിങ്ങൾ മനസ്സിൽ ചിന്തിക്കുന്ന കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുമോ എന്ന് നോക്കാം. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസ് ഇപ്പോൾ മനസ്സിൽ ചിന്തിക്കുന്നതായിട്ടുള്ള കാര്യം സാധ്യമാകുമോ? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. 2 കാർഡ്സ് വയ്ക്കും, നിങ്ങളതിലൊരു കാർഡ്സ് സെലക്ട് ചെയ്യുക. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസ് മനസ്സിൽ ചിന്തിക്കുന്നതായിട്ടുള്ള കാര്യം സാധ്യമാകുമോ? ഫസ്റ്റ്, സെക്കൻഡ്. ഓക്കെ, ഫസ്റ്റ് സെക്കൻഡും സെലക്ട് ചെയ്യുക. 1, 2. ഓക്കെ, അതിൽ നിങ്ങൾ ഏതെങ്കിലും 1 or 2 നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടം അത് സെലക്ട് ചെയ്യുക. ഓക്കെ, ഫസ്റ്റ് സെലക്ട് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. ഫസ്റ്റ് സെലക്ട് ചെയ്ത വ്യക്തികളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിച്ച കാര്യത്തിൽ സണ്ണ് വരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞിരിക്കുന്ന ഓവറോൾ എനർജി നിങ്ങൾക്കുള്ളത് തന്നെയാണ്. വീണ്ടും നിങ്ങളെ ചുറ്റി 1 സണ്ണിൻ്റെ കാർഡ് വന്നിരിക്കുന്നു. നിങ്ങൾക്ക് ഗ്രോത്താണ് വരുന്നത്. അഫർമേഷൻ ചെയ്യുക. നിങ്ങൾ രാത്രി കിടക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് അഫർമേഷൻ ചെയ്യുക. നിങ്ങളെ ചുറ്റി ഒരുപാട് നെഗറ്റീവ് തോട്ടുകൾ വരുന്നു എങ്കിൽ നിങ്ങളത് നെഗറ്റീവ് തോട്ടുകൾ വരുന്നുണ്ട്. ഓക്കെ, നിങ്ങളെ ചുറ്റി ഒരുപാട് നെഗറ്റീവ് തോട്ടുകൾ നിങ്ങളെ വിജയത്തിന് തടസ്സമായിട്ട് നിങ്ങൾക്ക് നെഗറ്റീവ് തോട്ട് വരുന്നെങ്കിൽ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളെ തന്നെ അഗ്നിശുദ്ധി വരുത്തുന്നത് നല്ലതാണ്. നിങ്ങളുടെ ഓറ, നിങ്ങളുടെ ബാഹ്യ മനുഷ്യനുണ്ട്, നിങ്ങളുടെ ആന്തരിക മനുഷ്യനും നിങ്ങൾക്കൊരു ബാഹ്യ ആവരണം കൂടി നിങ്ങൾക്കുണ്ട്. നിങ്ങളുടെ തേജസ്സാണ്. ആ തേജസ് മലിനപ്പെടുമ്പോഴാണ് നിങ്ങൾക്ക് കൂടുതൽ നെഗറ്റീവ് നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളൊരു അഗ്നിശുദ്ധി നിങ്ങളെ തന്നെ വരുത്തുക. നിങ്ങൾ സ്വന്തമായിട്ട് വരുത്തുന്നതായിരിക്കും നല്ലത്. ഓക്കെ, നമ്മുടെ ശരീരത്തിൽ നിന്നും 3 മുതൽ 9 ഇഞ്ച് വരെ 3 മുതൽ 9 ഇഞ്ച് വരെ ബാഹ്യ ശരീരം ഉണ്ട്. നമ്മുടെ ആത്മാവിൻ്റെ ശരീരം കവിഞ്ഞു നിൽക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. അതിനെയാണ് ഓറ എന്ന് പറയുന്നത്. നോർമലിയാണ് 3 മുതൽ 9 ഇഞ്ച് വരെ കാണപ്പെടുന്നത്. ഓക്കെ, അതെങ്ങനെ മനസ്സിലാക്കാൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ഒരു സ്ഥലത്ത് നിൽക്കുന്നു എങ്കിൽ പെട്ടെന്ന് നിങ്ങളുടെ അടുത്തേക്ക് ഒരാൾ വന്നു, അത് സ്ത്രീ ആയാലും പുരുഷനായാലും നിങ്ങളെ ടച്ച് ചെയ്തില്ല എങ്കിൽ പോലും നിങ്ങൾ ആ ഒരു നിൽക്കുന്ന സ്ഥാനത്ത് നിന്ന് 2 സ്റ്റെപ്പെങ്കിലും ഒന്ന് മാറുന്നതായി കാണാം. അത് നിങ്ങളുടെ ആ ഒരു ഓറയ്ക്ക് നിൽക്കാനുള്ള സ്പേസ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഒരു സ്പേസ് നിങ്ങൾക്ക് വേണം. ആ ഒരു സ്പേസ് നിങ്ങളുടെ ഓറയുടെ സ്പേസാണ്. അപ്പോൾ ആ ഓറയ്ക്ക് വേണ്ടി, അതല്ലാന്നുണ്ടെങ്കിൽ ഒരു കയറ് കെട്ടിയിരിക്കുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് കടന്നു പോകാമെങ്കിലും നിങ്ങൾ ആ ഒരു കയറിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ തല കുനിക്കുന്നതായി നിങ്ങൾക്ക് ഫീൽ ചെയ്യാറുണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഓറയുടെ ആ അധികമായിട്ടുള്ള ഹൈറ്റിൽ നിന്ന് നിങ്ങൾ കുനിഞ്ഞു പോകുന്ന നിങ്ങളെ പ്രേരിപ്പിക്കുകയാണത്. ഓക്കെ, അത് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അപ്പം നിങ്ങളുടെ വിജയത്തിന് തടസ്സമായി നിങ്ങളിൽ ചില ഓവർ തിങ്കുകൾ അല്ലെങ്കിൽ നെഗറ്റീവ് എനർജികൾ നിങ്ങളിലുണ്ട് എങ്കിൽ അത് നിങ്ങൾ അഗ്നിശുദ്ധിയിലൂടെ ആഴ്ചയിൽ ഒരു പ്രാവശ്യം കർപ്പൂരമോ എന്തെങ്കിലും ഇട്ട് നിങ്ങളൊന്ന് ശുദ്ധീകരിക്കുക. ഓക്കെ, നിങ്ങളെ തന്നെ ഒന്ന് ഒഴിയുക. ഓക്കെ, നിങ്ങൾ സ്വയം ഒഴിഞ്ഞാലും മതി, ആരും ഒഴിയായില്ലെങ്കിൽ സ്വന്തമായിട്ട് അങ്ങ് ഒഴിഞ്ഞോളൂ. ഓക്കെ, ആഴ്ചയിൽ ഒരു പ്രാവശ്യം ചെയ്യുക. ആ ഒരു സമയത്ത് തന്നെ നിങ്ങൾക്ക് പറയാം നിങ്ങളിലെ നെഗറ്റീവ് എനർജി പൂർണ്ണമായും ഈ അഗ്നിയിൽ ദഹിച്ചിരിക്കുന്നു എന്നുള്ള ഒരു വിശ്വാസം കൂടി അതിനോടൊപ്പം കൊണ്ടുവരിക. എന്നിട്ട് നിങ്ങൾ വരുന്ന നെഗറ്റീവ് തോട്ടുകൾ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ, വായിൽ കൂടിയോ ചിന്തയിലോ വന്നു കഴിഞ്ഞാൽ ഞാനിത് എൻ്റെ യൂണിവേഴ്സിൽ നിന്ന് ക്യാൻസൽ ചെയ്യുന്നു, ഇതുപോലെയുള്ള നെഗറ്റീവ് തോട്ടുകളെ ഞാൻ ക്യാൻസൽ ചെയ്യുന്നു എന്ന് പറഞ്ഞ് നിങ്ങളെ തന്നെ നിങ്ങൾ ശുദ്ധീകരിക്കുക. അടുത്ത 2ാമത്തെ കാർഡ് സെലക്ട് ചെയ്ത വ്യക്തികളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് പരാജയ ഭയം ഒരുപാട് ഉണ്ട്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് മുന്നോട്ട് പോകുന്നതിന് നിങ്ങൾക്ക് ഒരുപാട് പരാജയ ഭയം നിങ്ങളെ പിന്നോട്ട് വലിക്കുന്നതായി കാണിക്കുന്നു. ഓക്കെ,
കാരണം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഒരുപാട് വ്യക്തികൾ നിങ്ങളുടെ ലൈഫിൽ വന്ന് നിങ്ങളെ തകർത്തിരിക്കുന്ന അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് മാനസികമായിട്ടും സമാധാനപരമായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയാതെ വണ്ണം ചില വ്യക്തികൾ മനഃപൂർവ്വം വളഞ്ഞിട്ട് ആക്രമിക്കുന്ന ചില സംഭവങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടായിരിക്കും. പക്ഷേ അതിനെല്ലാം ഇപ്പോൾ ഒരു ടവർ വന്നിരിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ വിജയത്തിന് തടസ്സമായിട്ട് ആരൊക്കെയോ ഏതൊക്കെ വ്യക്തികൾ നിന്നോ അവരുടെയൊക്കെ മണ്ടയിൽ ഇവിടെ അഗ്നി ഇറങ്ങുകയാണ്. ഓക്കെ, നിങ്ങൾ തകർക്കാൻ ശ്രമിച്ചവരെ യൂണിവേഴ്സ് തകർക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അവർ ചെയ്ത കർമ്മയുടെ ഫലം അവരിലേക്ക് പോകുന്നു. നിങ്ങൾക്ക് സമാധാനവും ശാന്തമായ ഒരു തീരത്തേക്ക് യൂണിവേഴ്സ് നിങ്ങളെ കൊണ്ടുപോകുന്നതാണ്. ഓക്കെ, നിങ്ങൾ എന്താണോ ഇപ്പോൾ മനസ്സിൽ ചിന്തിക്കുന്നതായിട്ടുള്ള കാര്യത്തിന് നിങ്ങൾക്ക് ഒരു സ്ട്രെങ്ത് വരുന്നതാണ്. നിങ്ങളുടെ മനസ്സിൽ കോൺഫ്ലിക്റ്റ് ആണെങ്കിൽ അതെല്ലാം നിങ്ങളെ ഉപേക്ഷിച്ച് കളയുക. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ഒരു സന്തോഷം നിങ്ങളെ തേടി എത്താൻ പോകുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ 2 കാർഡ്സിനും പോസിറ്റീവായിട്ടുള്ള ഒരു എനർജിയാണ് വരുന്നത്. നിങ്ങൾ നെഗറ്റിവിറ്റീസിൽ നിന്നും പുറത്ത് വരിക. ഓക്കെ, നിങ്ങളുടെ വിജയത്തിന് തടസ്സമായി നിൽക്കുന്ന നെഗറ്റീവിനെ നിങ്ങൾ ഉപേക്ഷിച്ച് കളയുക. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. പേഴ്സൺ നിങ്ങൾക്ക് നൽകുന്ന മെസ്സേജ് എന്താണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസിൻ്റെ പേഴ്സൺ കൊടുക്കുന്നതായിട്ടുള്ള മെസ്സേജ് എന്താണ്? ഓക്കെ, ഇവിടെ 3 കാർഡ്സ് വയ്ക്കും. നിങ്ങളൊരു കാർഡ്സ് സെലക്ട് ചെയ്യുക. എൻ്റെ വ്യൂസിൻ്റെ പേഴ്സൺ കൊടുക്കുന്നതായിട്ടുള്ള മെസ്സേജ് പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഏറ്റവും കറക്റ്റായിട്ട് സെലക്ട് ചെയ്യുവാനുള്ള ശക്തി നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ വ്യൂസിൻ്റെ പേഴ്സൺ കൊടുക്കുന്നതായിട്ടുള്ള മെസ്സേജ് പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസിൻ്റെ പേഴ്സൺ കൊടുക്കുന്നതായിട്ടുള്ള മെസ്സേജ് 3 കാർഡ്സാണ്. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള നമ്പർ സെലക്ട് ചെയ്യുക. 1, 2, 3. ഓക്കെ, സെലക്ട് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. ആദ്യത്തെ കാർഡ് സെലക്ട് ചെയ്ത വ്യക്തികളുടെ ജീവിതത്തിൽ അവർ നൽകുന്ന മെസ്സേജ് എന്ന് പറയുന്നത് അവർക്ക് ഇപ്പോൾ നിങ്ങളോട് സ്നേഹം പ്രകടമാക്കുവാൻ കഴിയുന്നില്ല. ഓക്കെ, നിങ്ങളെക്കുറിച്ച് അവർ ചിന്തിക്കുന്നില്ല എന്നല്ല, അവർക്ക് നിങ്ങളോട് ഇപ്പോൾ അവരുടെ ഇമോഷനെ പ്രകടമാക്കുവാൻ കഴിയാത്ത അവസ്ഥയാണ്. ഓക്കെ, കാരണം നിങ്ങൾ ഒരിക്കലും അവരുടെ ഫീലിങ്സ് എന്ത് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല എന്നാണ് അവർ പറയുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെയാണ് അവർക്ക് അത്രത്തോളം വിഷമം അവരുടെ ഉള്ളിലുണ്ട്, നിങ്ങളുടെ പേഴ്സൻ്റെ മനസ്സിലുണ്ട്. അവർ ചിലപ്പോൾ നിങ്ങളെ സിൻസിയർ ആയിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ അവർക്ക് തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിലും അത് തിരുത്തുവാൻ നിങ്ങളുടെ മുന്നിൽ വരുമ്പോഴും നിങ്ങളവരെ മനസ്സിലാക്കുന്നില്ല എന്നുള്ള ഒരു മെസ്സേജാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് കാണിക്കുന്നത്, നിങ്ങളിലേക്ക് തരുന്നത്. അതുപോലെ തന്നെ അവരിപ്പോൾ നിങ്ങളോട് സൈലൻ്റ് ആയിട്ടാണ് കാണപ്പെടുന്നത്. അവരുടെ ഇമോഷൻ എന്തായാലും, ദേഷ്യമായാലും സ്നേഹമായാലും ഒന്നും തന്നെ പ്രകടമാക്കാതെ അവർ ഇവിടെ സൈലൻ്റ് ആയിട്ട് നിങ്ങളെ വീക്ഷിക്കുന്നതായി കാണുന്നു. ഓക്കെ, അപ്പോൾ 2ാമത്തെ കാർഡ് സെലക്ട് ചെയ്ത വ്യക്തികളുടെ ജീവിതത്തിൽ നിങ്ങളെ ഒരുപാട് പ്രണയിക്കുന്നു എന്നാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയുന്നത്. അൺകണ്ടീഷണലാണ് അവരുടെ സ്നേഹമെന്ന് നിങ്ങളോട് പറയുന്നു. ഓക്കെ, നിങ്ങളത് മനസ്സിലാക്കുന്നില്ല, നിങ്ങളുടെ പേഴ്സൻ്റെ സ്നേഹം നിങ്ങൾ മനസ്സിലാക്കുന്നില്ല എന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, അവരിനിയും നിങ്ങളെ സ്നേഹിക്കുമെന്നാണ് വീണ്ടും പറയുന്നത്. ഓക്കെ, നിങ്ങളിപ്പോൾ എത്രത്തോളം നിങ്ങൾ ദൂരെയായി പോയിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ നിങ്ങളെ വിട്ട് അവർ വേറെ ഏതെങ്കിലും രീതിയിൽ പോയിട്ടുണ്ടെങ്കിൽ തന്നെയും നിങ്ങളോടുള്ള സ്നേഹം ഒരിക്കലും അവർക്ക് അവസാനിക്കില്ല. അവർ നിങ്ങളെ സ്നേഹിച്ചു കൊണ്ടേയിരിക്കും എന്നുള്ള ഒരു മെസ്സേജാണ് തരുന്നത്. ഓക്കെ, 3ാമത്തെ കാർഡ്സിൽ നിങ്ങളുമായിട്ട് ഒരുപാട് എൻജോയ് ചെയ്ത നിമിഷങ്ങൾ നിങ്ങളുടെ പേഴ്സൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ അവരെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ സന്തോഷത്തിന് വേണ്ടി നിങ്ങൾ ഒരുപാട് ട്രൈ ചെയ്തിട്ടുണ്ടായിരിക്കാം. അതുകൊണ്ട് തന്നെ അവർ നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ ഇതെല്ലാം ഓർക്കുന്നുണ്ട്. അവർ പറയുന്നു നിങ്ങളെ അവരൊരുപാട് സ്നേഹിക്കുന്നുണ്ട്, നിങ്ങൾ ആ ഡൗട്ട് ചെയ്യുന്നതൊന്നും മതിയാക്കണം എന്നുള്ള കാര്യം മാത്രമാണ് അവർ പറയുന്നത്. ഓക്കെ, അവരേതെങ്കിലും ചിലപ്പോൾ ഫ്രണ്ട്സുകളോടൊക്കെ ആയിരിക്കും പുറത്ത് പോകുന്നത്, ഫ്രണ്ട്സ് ആയിരിക്കും അവരോടൊപ്പം കാണുന്നത്, അതുകൊണ്ട് ഫ്രണ്ട്സിനോടൊപ്പം ബിസി ആകുന്നതൊക്കെ നിങ്ങൾ അവരെ ഡൗട്ട് ചെയ്യുന്നു. അപ്പോൾ ആ ഡൗട്ട് ചെയ്യുന്നതായിട്ടുള്ള സ്വഭാവം നിങ്ങളിൽ നിന്ന് മാറ്റണമെന്ന് നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് മെസ്സേജ് അയക്കുന്നു. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടിയും കൂടെ എടുക്കാം. വിവാഹവും ജോലിയും ഒക്കെ ആയിട്ട് നിൽക്കുന്ന ചില എനർജി. അപ്പം നമുക്ക് നോക്കാം. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികളുടെ മക്കൾക്ക് വേണ്ടിയിട്ട് എടുക്കുന്ന കാർഡ്സ് പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഫസ്റ്റ് കാർഡ്, സെക്കൻഡ് കാർഡ്. നിങ്ങളൊരു കാർഡ് സെലക്ട് ചെയ്യുക, നിങ്ങളുടെ മക്കളെ വിചാരിച്ചുകൊണ്ട് സെലക്ട് ചെയ്യുക.
18 വയസ്സ് കഴിഞ്ഞ ആ വ്യക്തികൾക്ക് അല്ലെങ്കിൽ 15 വയസ്സ് കഴിഞ്ഞ വ്യക്തികൾക്ക് വേണ്ടിയിട്ട് സെലക്ട് ചെയ്യുക. ഓക്കെ, പ്ലീസ് അക്കാഡമി മദർ യൂണിവേഴ്സ്. ഫസ്റ്റ് കാർഡ് സെലക്ട് ചെയ്ത വ്യക്തികളുടെ മക്കളുടെ എനർജി എന്ന് പറയുന്നത് ദ സണ്ണിൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ മക്കൾ ഉയർന്ന നിലയിലേക്ക് കടന്നു പോകും. ഇവിടെ എല്ലാം മൈനർ ആർക്കാന കാർഡും ഇവിടെ മുന്നിൽ വന്നിട്ടുണ്ട്. എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങളുടെ മക്കൾക്ക് സ്വന്തമാക്കാൻ കഴിയും. അവരെന്താണോ ആഗ്രഹിക്കുന്നത്, അവരുടെ പാഷൻ അവർ നേടിയെടുക്കും. ഇപ്പോഴുള്ള കാര്യങ്ങൾ വെച്ച് അവരെ വിലയിരുത്തരുത്. അവർക്ക് ഇനിയും ഉയരങ്ങളിലേക്ക് കടന്നു പോകാനുണ്ട്. അവരുടെ ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ അവരിലേക്ക് വന്നു ചേരും. ഓക്കെ, ഒരുപാട് അവരുടേതായിട്ടുള്ള ലക്ഷ്യങ്ങളിലേക്ക് കടന്നു പോകുന്നതിനും അവരുടെ ഇന്നർ വോയിസ് അവരിനി ഉയർന്ന രീതിയിൽ അവർ ചിന്തിക്കുവാൻ പോകുകയാണ്. അവരുടെ ജീവിതത്തിലുള്ള അനുഗ്രഹങ്ങൾ അവരെ തേടിയെത്തിയിരിക്കും. നിങ്ങളതിനെക്കുറിച്ച് ടെൻഷൻ അടിക്കേണ്ട. ഒരു മംഗളകാര്യം നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരാൻ പോകുന്നു. കാരണം ഇവിടെ സെലിബ്രേഷൻ്റെ സിമ്പൽ വന്നിട്ടുണ്ട്. ഒരു ഗ്രോത്താണ് നിങ്ങൾ വിചാരിച്ചിരിക്കുന്ന നിങ്ങളുടെ കുട്ടികളുടെ ലൈഫിലേക്ക് വന്നു ചേരാൻ പോകുന്നത്. ഓക്കെ, അവർക്ക് വേണ്ടി ഒരു പ്ലാറ്റ്ഫോം ഒരുങ്ങുന്നതാണ്. ദൈവികമായിട്ടുള്ള കൃപ, നിങ്ങളുടെ പ്രാർത്ഥന എപ്പോഴും നിങ്ങളുടെ മക്കളുടെ മുകളിൽ എപ്പോഴും നിൽപ്പുണ്ട്. ഓക്കെ ഓക്കെ ഡിവൈൻ സിമ്പൽ നിങ്ങളുടെ മക്കളുടെ മുകളിൽ എപ്പോഴും ഉണ്ട്. സണ്ണിൻ്റെ കാർഡാണ്. ഓക്കെ, ഒരു പോസിറ്റീവ് എനർജിയാണുള്ളത്. സെക്കൻഡ് കാർഡ് വളരെ വലിയ നല്ലൊരു കാർഡാണ് ഇത്. പ്ലീസ് അക്കാഡമി മദർ യൂണിവേഴ്സ്. ഇവിടെയും ഒരു അനുഗ്രഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും കാർഡാണ് വന്നിരിക്കുന്നത്. നിങ്ങളിലേക്ക് വന്നു ചേരുന്നു. സാമ്പത്തികമായിരിക്കാം, ജോലിയായിരിക്കാം, നിങ്ങളുടെ മക്കളിലേക്ക് വന്നു ചേരുന്നു എന്നുള്ള ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങൾ എന്താണോ നിങ്ങളുടെ മക്കളെക്കുറിച്ച് മനസ്സിൽ വിചാരിച്ചു കൊണ്ട് എടുത്തിരിക്കുന്നത് അതിൽ ഒരു വിജയമാണ് വന്നിരിക്കുന്നത്. 4 ഓഫ് വാൻഡ്സ് ആണ്. വിവാഹത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ ഉടനെ തന്നെ ഒരു മണവാളനും മണവാട്ടിയുമാകുവാനുള്ള സാധ്യതകൾ കൂടുതലായി കാണുന്നു. ഒരു ജോലിക്ക് വേണ്ടിയിട്ടാണെങ്കിൽ നിങ്ങളുടെ മക്കൾക്ക് തീർച്ചയായിട്ടും ജോലി ലഭിക്കും. രണ്ടും പോസിറ്റീവ് കാർഡാണ് വന്നിരിക്കുന്നത്. ഒന്നുകൊണ്ടും ടെൻഷൻ അടിക്കേണ്ട. നിങ്ങൾ പോസിറ്റീവായിട്ട് മാത്രം ചിന്തിക്കുക. ഏതെങ്കിലും രീതിയിൽ നെഗറ്റീവ് ചിന്തിക്കുന്നു എങ്കിൽ നിങ്ങൾ അഗ്നിശുദ്ധി വരുത്തുവാൻ ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. അപ്പം നിങ്ങൾക്കിത് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ദയവായി എൻ്റെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. പേഴ്സണൽ റീഡിങ്ങിന് വേണ്ടി ബുക്ക് ചെയ്യേണ്ടതാണ്. ഇന്ന് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ റീഡിങ് ലഭിക്കില്ല. വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ബുക്ക് ചെയ്തതിന് ശേഷം മാത്രം റീഡിങ് എടുക്കാൻ വരിക. പെട്ടെന്ന് വന്ന് റീഡിങ്ങിന് ചോദിച്ചു കഴിഞ്ഞാൽ പറ്റില്ല. ബുക്ക് ചെയ്ത് ഡേറ്റ് എടുത്തതിന് ശേഷം റീഡിങ് ചെയ്യുക. ഓക്കെ, കോള് ചെയ്യാതിരിക്കുക. കോള് ചെയ്യുമ്പോൾ മറ്റുള്ളവരുടെ റീഡിങ്ങിൽ ഡിസ്റ്റർബ് ഉണ്ടാകുന്നുണ്ട്. അവരുടെ ഡിസ്റ്റർബ് ഉണ്ടാകുമ്പോൾ അതിൽ വന്നിരിക്കുന്നതായിട്ടുള്ള ഏതെങ്കിലും നെഗറ്റീവ് എനർജി നിങ്ങളിലേക്ക് വന്നു ചേരും. അതുകൊണ്ട് നിങ്ങൾ കോള് ചെയ്യാതിരിക്കുക. മെസ്സേജ് മാത്രം അയയ്ക്കുക. ഓക്കെ, താങ്ക് യു.